ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് LP-UP സിലബസിലെ സെക്കൻഡ് ലാസ്റ്റ് ബയോളജി ടോപ്പിക്കാണ്. വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ എന്ന ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ലെസൺ ആണ് 6th സ്റ്റാൻഡേർഡ് ഓൾഡ് CRTയിലെ ആഹാരം ആരോഗ്യത്തിന് എന്ന ലെസൺ. ആഹാരം ആരോഗ്യത്തിന് 6th സ്റ്റാൻഡേർഡ് ഓൾഡ് CRT 5th ലെസൺ ആഹാരം ആരോഗ്യത്തിന്. ഇതുകൂടാതെ മറ്റൊരു ചാപ്റ്റർ കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. അത് ന്യൂ SCRTയിലെ ലെസണാണ് കേട്ടോ. 6th സ്റ്റാൻഡേർഡ് ന്യൂ SCRTയിലെ ലെസൺ വരുന്നുണ്ട്, അതുകൂടി നമ്മളിന്ന് നോക്കും. അപ്പോൾ ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ് ആഹാരം നമ്മൾ കഴിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി നേടാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും എൻസൈംസും ഹോർമോൺസും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ നമ്മുടെ ദഹനം നമ്മുടെ സെൽസിലേക്ക് ലഘുപോഷകങ്ങളൊക്കെ ആഗിരണം നടന്ന് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു നെൽച്ചെടി പറയുകയാണ്, ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തൂ, ഞങ്ങളിൽ ധാരാളം ധാന്യകമുണ്ട്. അപ്പോൾ ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നെല്ല് അല്ലേ. നെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്ന് കൂടുതലും കാർബോഹൈഡ്രേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മത്സ്യം പറയുന്നത് എന്താണ്? ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഓയിൽ എന്താ പറയുന്നത്? ഞങ്ങളിൽ ധാരാളം കൊഴുപ്പുണ്ട്. പച്ചക്കറികൾ എന്താ പറയുന്നത്? ഞങ്ങളിൽ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും സോഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജത്തിൻ്റെ സോഴ്സാണ് എന്ത്? അന്നജത്തിൻ്റെ സോഴ്സാണ് നെല്ല് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറ്. പിന്നെ പ്രോട്ടീൻ ആണെങ്കിൽ മത്സ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു, കൊഴുപ്പ് എണ്ണകളിൽ നിന്ന് ലഭിക്കുന്നു, വിറ്റാമിൻസും ധാതു ലവണങ്ങളും ലഭിക്കുന്നത് പച്ചക്കറികളിൽ നിന്നാണെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം. ധാന്യകത്തെക്കുറിച്ചാണ് കേട്ടോ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് എന്നുള്ളതിന് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ വന്നു? കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഓക്കെ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറഞ്ഞത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി ധാന്യങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലും അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധാന്യകം, കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ധാന്യങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലുമാണ്. അത് ഏത് രൂപത്തിലാണ്? അന്നജ രൂപത്തിലാണ് കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്. പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജം പ്രധാനമായും ലഭിക്കുന്നത് ധാന്യകത്തിൽ നിന്നാണ്. ഇനി എന്താണ് അയഡിൻ ലായനിയെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്നത്? അന്നജം തിരിച്ചറിയാനായിട്ട് ഒരു ടെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അയഡിൻ ടെസ്റ്റ് എന്താണ്? അന്നജം തിരിച്ചറിയാൻ, സ്റ്റാർച്ച് തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. ഓക്കെ, അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറമാണ് ഉണ്ടാകുന്നത്. കടും നീല നിറം. അപ്പോൾ അന്നജം തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറമാണ് ഉണ്ടാകുന്നത്. ഓർത്ത് വെച്ചേക്കാം ആ ഒരു പോയിന്റ്. ഇനി നമുക്ക് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെ കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികളുടെ വളർച്ച സംബന്ധിച്ച ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, രണ്ട് കുട്ടികളുടെ വളർച്ച സംബന്ധിച്ച ചിത്രം. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ എന്നൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ.
ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് പ്രോട്ടീൻ സഹായകമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട് അല്ലേ. അതുകൂടാതെ കോശങ്ങൾ, ശരീരനിർമ്മിതി എന്ന് പറയുമ്പോൾ, ശരീര വളർച്ച എന്ന് പറയുമ്പോൾ കോശങ്ങളുടെ വളർച്ച, മുടി, ദഹനരസങ്ങളുടെ ഉൽപ്പാദനം, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധാന്യങ്ങളുടെ അഭാവത്തിലും പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പ്രയോജനപ്പെടുത്താം. എങ്ങനെ? ഊർജ്ജോൽപാദനത്തിന് നമ്മുടെ ശരീരം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. നോക്കിക്കോളൂട്ടോ, നേരത്തെ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ പറഞ്ഞാൽ എന്തായിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് ഏതിലെ? കാർബോഹൈഡ്രേറ്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോട്ടീനിൽ ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടാതെ തന്നെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൂടാതെ എന്തുകൂടിയുണ്ട്? നൈട്രജനും സൾഫറും കൂടി അവിടെ ഉണ്ട്, പ്രോട്ടീനിലുണ്ട്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിലും പ്രോട്ടീനിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമ്മുടെ പ്രോട്ടീനകത്ത് നൈട്രജനും സൾഫറും കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ അളവാണ് പറയുന്നത്. ശരീരഭാരത്തിന് അനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. ഓക്കെ, ഇനി ഇവിടെ ക്വാഷിയോക്കറിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്വാഷിയോക്കർ എന്താണ്? പ്രോട്ടീൻ്റെ അഭാവം മൂലം വരുന്ന ഒരു രോഗമാണ് ക്വാഷിയോക്കർ. PYQ ആണ് കേട്ടോ. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയറ് വീർത്തും ഇരിക്കും. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ബാധിച്ച ഒരു കുട്ടിയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ശരീരം വീർത്തിരിക്കും, അതുപോലെ ബോഡി വളരെ തിന്നായിട്ടും ഇരിക്കും. ഇവിടെ ഒരു ബോക്സ് തന്നിരിക്കുന്നുണ്ടോ? ഭക്ഷ്യവസ്തു, പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ 100 ഗ്രാം ഭക്ഷ്യവസ്തുവിൽ തന്നിരിക്കുന്ന 100 ഗ്രാം ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. 100 ഗ്രാം അരി നമ്മൾ കഴിക്കുമ്പോൾ 6.8 ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് ലഭിക്കുന്നത്. ഗോതമ്പാണെങ്കിലോ 11.8 ഗ്രാം പ്രോട്ടീനാണ് ലഭിക്കുക. കശുവണ്ടി ആണെങ്കിൽ 21.2 ഗ്രാം 100 ഗ്രാം കശുവണ്ടിയിൽ 21.2 ഗ്രാം പ്രോട്ടീനാണ് ഉള്ളത്. മത്തിയാണെങ്കിൽ 19.6, താറാവിലാണെങ്കിൽ 21.6, താറാമുട്ട 13.5, കോഴിമുട്ട 13.3, ആട്ടിറച്ചി 21.4, പശുവിൻ പാല് 3.4, ചെറുപയർ 24, നിലക്കടല 17.1. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? ഇവിടെ ചെറുപയറിലാണ്. 24 ഗ്രാം അല്ലേ. 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ വരുന്നത് താറാവിലാണ്. അപ്പോൾ അത് രണ്ടും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് ചെറുപയറിലാണെന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. ഇനി ഉച്ചഭക്ഷണത്തിന് ചെറുപയർ നൽകുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? നമുക്കതിൽ നിന്ന് കൂടുതൽ പ്രോട്ടീൻ ലഭിക്കും അല്ലേ. ഓക്കെ, നമ്മൾ അന്നജത്തിൻ്റെ ടെസ്റ്റ് പഠിച്ച പോലെ അയഡിൻ ലായനിയുമായി ചേർത്ത് അന്നജം പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറമുണ്ടാകുന്നുണ്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പ്രോട്ടീനെ തിരിച്ചറിയാനുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റും ജലവും സോഡിയം ഹൈഡ്രോക്സൈഡും ഒക്കെ ചേർത്ത് നടത്തുന്ന ഒരു പരീക്ഷണം. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വയലറ്റ് നിറമാണ് കാണുന്നതെങ്കിൽ അവിടെ പ്രോട്ടീൻ്റെ സാന്നിധ്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുട്ടയുടെ വെള്ളക്കരു ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിന് ശേഷം വയലറ്റ് നിറമാണ് കാണുന്നതെങ്കിൽ അവിടെ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്തത് കൊഴുപ്പ്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. കൊഴുപ്പില്ലെങ്കിൽ എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടത് ഉണ്ട്.
അപ്പോൾ കൊഴുപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഏത് വേണ്ടത്? കൊഴുപ്പ് വേണ്ടത്. കൊഴുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണം? മാംസം, മത്സ്യം, പാല്, പാലുൽപ്പന്നം, മുട്ട, വിവിധതരം പരിപ്പുകളിലൊക്കെ എന്തുണ്ട്? കൊഴുപ്പുണ്ട്. അപ്പോൾ വിവിധതരം എണ്ണകൾ, നെയ്യ്, അതൊക്കെ എന്താണ്? പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ കൊഴുപ്പും നമുക്ക് എന്ത് പ്രദാനം ചെയ്യുന്നുണ്ട്? ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ, ഏതൊക്കെയാണ് ഈ ചില വിറ്റാമിനുകൾ? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഓക്കെ, അപ്പോൾ ചില വിറ്റാമിൻസ് എന്ത് ചെയ്യുള്ളൂ? കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തണം? കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി കൊഴുപ്പുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് ലാബ് റിപ്പോർട്ട്. ലാബ് റിപ്പോർട്ടിൽ ഒരാളുടെ ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ 80 ആണ്, കൊളസ്ട്രോൾ നോക്കിയപ്പോൾ 230 ആണ്. അപ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂ ആണ് 70 to 110 mg/dL. ഓക്കെ, അപ്പോൾ 70 to 110 mg/dL ആണെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ നോർമലാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണെങ്കിൽ 200 mg/dL ആണ്. 200 mg/dL ആണ് നോർമൽ വാല്യൂ. ഇനി കൊഴുപ്പും കൊളസ്ട്രോളും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു, കരളിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ അല്ലേ? ഓക്കെ, ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ഒഴിവാക്കണം. പഠന റിപ്പോർട്ടുകളിൽ നിന്ന് ഒരു ബോക്സ് ഉണ്ട്, നോക്കാം. അതായത് വൈറ്റമിൻസിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ ബോക്സ് ഒന്ന് വായിക്കാം. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരനിൽ ദിവസേന 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശയാണ് കേട്ടോ. നമ്മുടെ മലയാളത്തിൽ നമുക്ക് പദശുദ്ധിയൊക്കെ ചോദിക്കും. ശുപാർശ എന്നാണ് കറക്റ്റായിട്ട് കേട്ടോ. ശുപാർശയല്ല, ശുപാർശ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസവും 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ദിവസവും കഴിക്കുന്നത്. പഠന റിപ്പോർട്ടിൽ നിന്നാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി അടുത്തത് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ആരോഗ്യം. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. അപ്പോൾ വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ കഴിക്കണം? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പാല്, മുട്ട, ഇലക്കറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇനി ഈ ഒരു ചിത്രം കണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാനും എളുപ്പമാണ് ഇത് കാണുമ്പോൾ. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻസിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നവ വാട്ടർ ബിസിയാണ് എന്നാലോചിച്ചാൽ മതി. വാട്ടർ ബിസിയാണ്. അപ്പോൾ വാട്ടർ ബിസി ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് പറയുമ്പോൾ എ, ബി, സി, ഡി, ഇ, പിന്നെ കെ ആണ്. അപ്പോൾ വാട്ടർ ബിസി ആണെന്ന് പറയുമ്പോൾ ബിയും സിയും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ബാക്കിയുള്ള എ, ഡി, ഇ, കെ, എ, ഡി, ഇ, കെ എന്ന് പറയുന്ന ഇത്രയും വൈറ്റമിൻസ് എന്താണ്? ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. ഓക്കെ അല്ലേ? ഓൾറെഡി ബേസ് അറിയുന്നവർക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ ഫ്രഷേഴ്സിനെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബി, സി എന്ന് പറയുമ്പോൾ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസും കൊഴുപ്പിൽ ലയിക്കുന്നത് എ, ഡി, ഇ, കെ അല്ലെങ്കിൽ അടക്കുന്നോ അല്ലെങ്കിൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണെന്നോ അത് ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കിയേ. കെ, ഇ, ഡി, എ, കേടാ. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാ. അങ്ങനെ എന്തെങ്കിലും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഓർത്തിരുന്നാൽ മറ്റേ നമുക്ക് കിട്ടുമല്ലോ. വൈറ്റമിൻ എ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ.
അതുപോലെ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില. എന്തിനൊക്കെയാണ് വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നത്? കണ്ണിൻ്റെ ആരോഗ്യത്തിന്, ത്വക്കിൻ്റെ ആരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് വൈറ്റമിൻ എയുടെ റോൾ. ഈ വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് അവയുടെ രാസനാമവും അപര്യാപ്തത രോഗം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ അതിൻ്റെ രാസനാമം എന്താണ്? റെറ്റിനാൾ എന്നാണ്. റെറ്റിനാൾ എന്നാണ് അതിൻ്റെ രാസനാമം. ഓക്കെ, വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനാൾ എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ? അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നിശാന്തത അതിൻ്റെ ഒരു അപര്യാപ്ത രോഗമാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? സിറോഫ്താൽമിയ. ഓക്കെ, സിറോഫ്താൽമിയ. ക്ലിയർ ആയല്ലോ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? നിശാന്തതയും അതുപോലെ സിറോഫ്താൽമിയയും എന്താണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ്. ഇനി അതിൻ്റെ രാസനാമമാണ് റെറ്റിനാൾ എന്നുള്ളത്. റെറ്റിനാൾ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയുന്നുണ്ട്. വൈറ്റമിൻ ഡി മറ്റൊരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് അല്ലേ? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി. അതുകൊണ്ടാണല്ലോ കുഞ്ഞു കുട്ടികളെയൊക്കെ രാവിലത്തെ പുലർക്കാലത്തുള്ള സൂര്യപ്രകാശം കാണിക്കണം എന്ന് പറയുന്നത്. അപ്പം പാലുൽപ്പന്നങ്ങളിലും എന്തടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ ഡി. പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ വഴി നമ്മുടെ ബോഡിയിൽ ഡി പ്രൊഡ്യൂസ് ചെയ്യും, വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴും ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇനി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കൂടാതെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. ഇനി എന്താണ് ഇതിൻ്റെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. കാൽസിഫെറോൾ എന്നാണ് ഇതിൻ്റെ രാസനാമം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറയും. റിക്കറ്റാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. ഇനി അടുത്തത് വൈറ്റമിൻ ഇ മറ്റൊരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. നമുക്ക് സസ്യ എണ്ണകളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ ഇ ലഭിക്കുന്നത്. വൈറ്റമിൻ ഇ കൂടുതലായും ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. അപ്പോൾ നോക്കൂ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും RBCയുടെ ആരോഗ്യത്തിനൊക്കെ എന്താണ്? വൈറ്റമിൻ ഇ ആണ് കൂടുതലായിട്ട് വേണ്ടത്. വൈറ്റമിൻ ഇ. ഓക്കെ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. ഓക്കെ, ഇനി ഇതിൻ്റെ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ എന്നാണ് ഇതിൻ്റെ രാസനാമം. ടോക്കോഫെറോൾ എന്നാണ്. അതുപോലെ വന്ധ്യത, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത കാരണമാണ് വന്ധ്യത എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ എന്താണ്? കെ ഫോർ കട്ട എന്നാണ് നമ്മൾ കോഡ് പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ കാബേജ്, ചീര, കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസിലൊക്കെയാണ് വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? PSCയുടെ PYQ ആണ്. ഈ റിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം PSC PYQ ആണ് കേട്ടോ. നിശാന്തത ഇങ്ങനെ പറയാൻ വിട്ടുപോയതാ. അപ്പം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. ഫില്ലോക്യുനോൺ എന്നുള്ളതാണ് വൈറ്റമിൻ കെയുടെ രാസനാമം. ഫില്ലോക്യുനോൺ. ഇനി ഡെഫിഷ്യൻസി ഡിസീസ് എന്തൊക്കെയാണ്? ഹീമോഫീലിയ, ഹെമറേജ് ഒക്കെയാണ് വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗങ്ങൾ. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒക്കെയാണ് പറഞ്ഞത്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒന്നുകൂടി നോക്കാം. A, D, E, K എന്നിവയാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അപ്പോൾ A എന്ന് പറയുമ്പോൾ റെറ്റിനാൾ ആണ് അതിൻ്റെ രാസനാമം. നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങളായിട്ട് വരുന്നത്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. വൈറ്റമിൻ ഡി ആണെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം.
ഇ ആണെങ്കിലോ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. സസ്യ എണ്ണകളിലാണ് ധാരാളമായിട്ട് ഉള്ളത്. ചുവന്ന രക്താണുക്കളുടെയും അതുപോലെ നാഡികളുടെയും ഒക്കെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഫില്ലോക്വിനോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗങ്ങളാണ് ഹീമോഫീലിയയും ഹെമറേജും. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇനി വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബിയും സിയും എന്താണ്? വാട്ടർ സോലുബിൾ ആണ് അല്ലേ? വാട്ടർ എന്താണ്? ബിസിയാണ്, വാട്ടർ സോലുബിൾ. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വൈറ്റമിൻ ബി ആണ് വേണ്ടത്. ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ ആണ് വേണ്ടത്. നിർമ്മാണം ബി. ഓക്കെ, നിർമ്മാണത്തിന് RBCയുടെ നിർമ്മാണത്തിന് വൈറ്റമിൻ ബി ആണ് വേണ്ടത്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ബി. ഓക്കെ, ഇനി വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ് ആണ് അല്ലേ? ബി കോംപ്ലക്സ് ആണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അത് B1, B2, B3, B5 അങ്ങനെ സബ് ഡിവിഷൻസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഇനി വൈറ്റമിൻ സിയെ കുറിച്ച് പറയാം. വൈറ്റമിൻ സിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ സി. എന്താണ് ഇതിൻ്റെ രാസനാമം? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നുള്ളതാണ് ഇതിൻ്റെ രാസനാമം. പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം, ത്വക്കിൻ്റെ ആരോഗ്യം, ഇതിനൊക്കെ എന്ത് വേണം? വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? സ്കർവി ആണ്. സ്കർവി, സി ഫോർ സ്കർവി. ഓക്കെ, ഈ സി വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. അസ്കോർബിക് ആസിഡ്, അതുപോലെ സ്കർവി ആണ് അപര്യാപ്തത രോഗം. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി വൈറ്റമിൻ ബിയുടെ സബ് ഡിവിഷൻസ് ആണ് പറയുന്നത്. വൈറ്റമിൻ ബി. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റമിൻ B1 നോക്കാം. വൈറ്റമിൻ B1 എന്ന് പറയുമ്പോൾ അതിലേതാ വരുന്നത്? B1 എന്ന് പറയുമ്പോൾ തയമിൻ. തയമിനാണ് അതിൻ്റെ രാസനാമം. B1 തയമിൻ. തവിടിലൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് B1. ഓക്കെ, തയമിൻ. ഇനി അടുത്തത് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്. B1ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബെറി. ഓക്കെ, ബെറിബെറി എന്നുള്ളത് B1 വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ്. രാസനാമമാണെങ്കിൽ തയമിനാണ്. തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് B2 എന്ന് പറയുമ്പോൾ എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. B2 റൈബോഫ്ലാവിൻ. ഫുള്ളായിട്ട് എഴുതുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. റൈബോഫ്ലാവിൻ എന്നാണ്. ഈ റൈബോഫ്ലാവിൻ്റെ അപര്യാപ്തത രോഗമാണ് എന്ത്? അറൈബോഫ്ലാവിനോസിസ്. കംപ്ലീറ്റ് ചെയ്ത് എഴുതണേ. ഇനി നെക്സ്റ്റ് B3 എന്ന് പറയുമ്പോൾ നിയാസിൻ. B3 നിയാസിൻ. ഇത് ഏതൊരു എക്സാമിനാണെങ്കിലും ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചാൽ 1 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര. അതുപോലെ ചീലോസിസ് എന്നും അറിയപ്പെടാറുണ്ട്. ചീലോസിസ് അല്ലെങ്കിൽ പെല്ലഗ്ര. ഇനി നെക്സ്റ്റ് വൈറ്റമിൻ B5 എന്ന് പറയുമ്പം അതിൻ്റെ രാസനാമം പെൻറ്റോതെനിക് ആസിഡ് എന്നാണ്. പെൻറ്റോതെനിക് ആസിഡ് എന്നാണ് കംപ്ലീറ്റ് ചെയ്ത് എഴുതാം. പെൻറ്റോതെനിക് ആസിഡ്. പരസ്തേസിയയാണ് അതിൻ്റെ അപര്യാപ്തത രോഗം. പരസ്തേസിയ. ഓക്കെ, ഇനി B6 ആണെങ്കിൽ പിരിഡോക്സിൻ ആണ് രാസനാമം. അതുപോലെ തന്നെ മൈക്രോസൈറ്റിക് അനീമിയാണ് ഡെഫിഷ്യൻസി ഡിസീസ്. മൈക്രോസൈറ്റിക് അനീമിയ. ഇനി B7 എന്ന് പറയുമ്പോൾ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതാണ് ഏത്? വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതാണ് B7. അപ്പോൾ B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. ഇനി വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. B7
ബയോട്ടിൻ. ഓക്കെ. സെബോറിയ ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്. സെബോറിയ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് B9 നമുക്കറിയാലോ എന്താണ്, ഫോളിക് ആസിഡ്. ഗർഭിണികളൊക്കെ കഴിക്കുന്ന B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയും അല്ലേ. ഫോളിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അനീമിയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. നമ്മൾ മൈക്രോസൈറ്റിക് അനീമിയ പറഞ്ഞു, അതെന്തായിരുന്നു? അത് B6ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ്. ഇത് B9 ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി ലാസ്റ്റ് B12 എന്ന് പറയുമ്പോൾ അതെന്താണ്? സയാനോകൊബാലമിൻ ആണ്. കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് പെർനീഷ്യസ് അനീമിയ. കംപ്ലീറ്റ് ചെയ്ത് എഴുതണേ. പെർനീഷ്യസ് അനീമിയ. ഓക്കെ അല്ലേ. നമുക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. നോക്കിക്കോളൂ. വൈറ്റമിൻ B1ൻ്റെ രാസനാമം റെറ്റിനാൾ എന്നാണ്. ഓക്കെ. രാസനാമം റെറ്റിനാൾ. ഓക്കെ. ഇനി അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബറി. B2 ആണെങ്കിൽ റൈബോഫ്ലാവിൻ. അറൈബോഫ്ലാവിനോസിസ് ആണ് ഡെഫിഷ്യൻസി ഡിസീസ്. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. പെല്ലഗ്ര ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി B5 ആണെങ്കിൽ പെൻറ്റോത്തനിക് ആസിഡ് ആണ്. പരസ്തേസിയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്. B6 പിരിഡോക്സിൻ ആണ്. എന്താണ്? മൈക്രോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ഏതാണ്? B7 ആണ്. ബയോട്ടിൻ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നു. സെബോറിയാണ് ഡെഫിഷ്യൻസി ഡിസീസ്. B9 ആണെങ്കിൽ ഫോളിക് ആസിഡ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 ആണെങ്കിൽ സയനോകൊബാലമിൻ ആണ്. പെർനീഷ്യസ് അനീമിയാണ് ഡെഫിഷ്യൻസി ഡിസീസ്. ഓക്കെ അല്ലേ. ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചു വെച്ചാൽ 1 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് പഠിച്ചു വെക്കണം. ഇനി അടച്ചു വെച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോക്സ് വന്നിട്ടുണ്ട്. എന്താണ്? പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. ആയതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യണം? പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങളൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്നതെല്ലാം അടച്ചു വെച്ച് വേവിക്കണം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് മിനറൽസിനെ കുറിച്ചാണ്. നോക്കാം എന്താ പറയുന്നതെന്ന്. മിനറൽസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമാണ് ഇരുമ്പിന് ഉള്ളത് അല്ലേ. ഇരുമ്പ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. ഇരുമ്പ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ ഇവയിലൊക്കെ ധാരാളമായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇരുമ്പിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് എന്താ അവസ്ഥയാണ്? അനീമിയ. ഇരുമ്പ് ആവശ്യമായ അളവിൽ ശരീരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകും. ഇനി കാൽസ്യം ഫോസ്ഫറസ് എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും കാൽസ്യവും ഫോസ്ഫറസും അത്യന്താപേക്ഷിതമാണ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ ധാരാളമായിട്ട് കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇനി സോഡിയം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. കറിയുപ്പിലാണ് സോഡിയം അടങ്ങിയിട്ടുള്ളത്. ഇനി അയഡിൻ എന്ന് പറയുമ്പോൾ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്കൊക്കെ അയഡിൻ ആവശ്യമാണ് അല്ലേ. അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഗോയിറ്റർ. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലൊക്കെ അയഡിൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇനി പോഷക അപര്യാപ്തത രോഗങ്ങൾ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. എന്താണ്? പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം നമ്മുടെ ശരീര വളർച്ച മുരടിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും, ഡെഫിഷ്യൻസി ഡിസീസുകൾ. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. വൈറ്റമിൻ A, B, C, D, പിന്നെ ഇരുമ്പ്, അയഡിൻ. നോക്കിക്കോളൂ. വൈറ്റമിൻ A നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നിശാന്തത കൂടാതെ സീറോഫ്താൽമിയ, വൈറ്റമിൻ എയുടെ
കണ്ടിന്യൂസ് ആയിട്ടുള്ള അഭാവം, തുടർച്ചയായ അഭാവം കാരണമാണ് സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. പിന്നെ വൈറ്റമിൻ ബി ഇവിടെ വായു പുണ്ണാല് വായിൽ വ്രണങ്ങൾ വരുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വൈറ്റമിൻ ബിയുടെ സബ് ഡിവിഷൻസ് ആണ് B1, B2, B3, B5, B6, 7, പിന്നെ 9, 12. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വൈറ്റമിൻ സിയുമായി ബന്ധപ്പെട്ട് സ്കർവിയാണ്. സ്കർവി എന്ന് പറയുമ്പോൾ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ആ ഒരു അവസ്ഥയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അസ്കോർബിക് ആസിഡാണ് അതിൻ്റെ രാസനാമം. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ കണ. വൈറ്റമിൻ ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ് ആണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് ഈ റിക്കറ്റ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ ഡെഫിഷ്യൻസി മൂലം അനീമിയ ഉണ്ടാവുന്നുണ്ട്. അനീമിയ എന്ന് വെച്ചാൽ എന്താണ്? രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച, അതൊക്കെയാണ്. ഇനി അയഡിൻ ഗോയിറ്ററാണ്. തൊണ്ടയിൽ മുഴയാണ് ഉണ്ടാകുന്നത്. ഇനി പോഷകേതര ഘടകങ്ങൾ എന്ന് പറഞ്ഞ് ജലത്തെക്കുറിച്ചും നാരുകളെക്കുറിച്ചും പറയുന്നുണ്ട്. നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ജലമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ജലമാണ്. തലച്ചോറിൻ്റെ 85%, തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25%വും ജലമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ജലമാണ്. തലച്ചോറിൻ്റെ 85%, തലച്ചോറാണെങ്കിൽ 85% ജലമാണ്. രക്തമാണെങ്കിൽ 90% ജലമാണ്. എല്ലുകളുടെയും 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. ഇനി നാരുകളെക്കുറിച്ച് പറയുന്നത് എന്താണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. ഓക്കെ, നാരുകൾ എന്ന് പറയുമ്പോൾ സസ്യാഹാരത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഡൈജഷൻ പോസിബിൾ ആവാത്ത ഒരു തരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായിട്ടും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നുണ്ട്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ നാരുകളുടെ കലവറയാണ്. ഇനി ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ സമീകൃത ആഹാരം, ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നാം തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. അപ്പോൾ കണ്ടോ, പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ്. ഇത് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പേര് ഫുഡ് പ്ലേറ്റ് എന്ന് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ഫുഡ് പ്ലേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഒരു പ്ലേറ്റ് എടുത്താൽ അതിൻ്റെ പകുതി ഭാഗത്ത് എന്താണ്? പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ് പോലെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ. പിന്നെ ചെറുപയർ, മത്സ്യം, കടല, പാൽ, പരിപ്പ്, മുട്ട, മാംസം എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രോട്ടീനാണ്, പ്രോട്ടീൻ. ഇലക്കറി, ക്യാരറ്റ്, പഴം, പേരയ്ക്ക, പച്ചക്കറി. ഇവിടെ എന്തൊക്കെയാണ്? വൈറ്റമിൻസ്, മിനറൽസ്. ഇനി എണ്ണ, നെയ്യ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ, അല്ലേ? അപ്പോൾ കൊഴുപ്പ്. ഇനി ഇവിടെ ഒരു ബോക്സാണ് വന്നിരിക്കുന്നത്, ഫുഡ് ചാർട്ട്. ഒരു കുട്ടി കഴിച്ച ഫുഡ് ചാർട്ടിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതൊന്നും നമുക്ക് അങ്ങനെ വല്ലാതെ ആവശ്യമില്ല. ഇനി പാചകക്കുറിപ്പ്. അവിയൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു എന്താണ്, നമുക്ക് കഴിക്കാൻ നല്ലൊരു ഭക്ഷണമാണ്. എല്ലാ വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള. അപ്പോൾ അതിൽ കൂടുതൽ എന്തുണ്ടായിരിക്കും? വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു മെനു ആണ് എന്ത്? ഈ അവിയൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ന്യൂ SCERTയിലെ മറ്റൊരു ലെസൺ കൂടി നോക്കാം. ഇന്നത്തെ നമ്മുടെ അടുത്ത ലെസണാണ് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 6ലെ ചാപ്റ്റർ 1 ആഹാരത്തിലൂടെ ആരോഗ്യം. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചില്ലേ, ഇപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച ആ ചാപ്റ്ററിൻ്റെ അതേ കണ്ടൻറ്റ് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്കൊരു നല്ല റിവിഷനും കൂടി ആകും കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുടെയൊക്കെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ധാന്യകങ്ങൾ, പ്രോട്ടീന്, ധാതുക്കൾ, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ആഹാരം എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ ആരോഗ്യം. നോക്കിയേ, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ രോഗങ്ങളെ ചെറുക്കുന്നതിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പോഷകങ്ങൾ. ഈ പോഷകങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന്. അപ്പോൾ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വൈറ്റമിൻസ്, ധാതുക്കൾ, ഇതെല്ലാം എന്താണ്? ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലം ഒരു പോഷക ഘടകമല്ല, എങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ എന്തുണ്ട്? ധാരാളം നാരുകളൊക്കെ ഉണ്ട്. അവയും എന്താണ്? നമ്മളുടെ ദഹന പ്രക്രിയയ്ക്കും അതുപോലെ വൻകുടലിൽ നിന്ന് വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ളതാണ് നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ്. അപ്പോൾ എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പലതരം ഭക്ഷ്യവസ്തുക്കൾ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ പലതരത്തിലുള്ളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കും. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളാണ്, ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം വേണം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഊർജ്ജം ലഭിക്കാൻ, അതായത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് കാർബോഹൈഡ്രേറ്റിലെ കണ്ടന്റ്. നമ്മൾ പഠിച്ചിരുന്നു. ഇനി അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ ഇവയൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങളാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കാണുന്നത് ധാന്യങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലുമാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലുമാണ് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. കാർബോഹൈഡ്രേറ്റ് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകളൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങളാണ്. ഇനി അയഡിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഇനി ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റിനെ കുറിച്ച് നോക്കാം. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചെറുധാന്യങ്ങളാണ് മില്ലറ്റുകൾ. ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ഏതാണ്? ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയണം ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ഏതാണെന്ന്. ഓക്കെ. ഇനി ഗോതമ്പ്, അരി എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിൽ പ്രോട്ടീനും വൈറ്റമിൻസും ധാതു ലവണങ്ങളും ഒക്കെ എവിടെയുണ്ട്? ഈ ചെറുധാന്യങ്ങളിലുണ്ട്. അപ്പോൾ നാരുകളാൽ സമ്പന്നമാണ് ചെറുധാന്യങ്ങൾ എന്ന കാര്യം കൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മൾ ആദ്യമൊക്കെ ഈ പക്ഷികൾക്ക് തീറ്റയൊക്കെ ആയിട്ട് കൊടുക്കുന്നതായിരുന്നു അല്ലേ ഈ തിനകളൊക്കെ അപ്പോൾ പിന്നീടാണ് അതിനകത്തെ പോഷക മൂല്യമൊക്കെ മനുഷ്യർ മനസ്സിലാക്കുകയും അത് നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഏറ്റവും ആദ്യം കുറുക്കുണ്ടായി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? റാഗി കൊണ്ടാണ് അല്ലേ? ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്ന റാഗി കൊണ്ടാണ്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ എന്നിവയൊക്കെ എന്താണ്? ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ, അപ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും പറയുന്നത്? പ്രോട്ടീനിനെ കുറിച്ചാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന 2 ഡിസീസ് പറയുന്നുണ്ട്: ക്വാഷിയോക്കറും മറാസ്മസും. PYQs ആണ്. രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ക്വാഷിയോക്കറും ചോദിച്ചിട്ടുണ്ട്, മറാസ്മസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ക്വാഷിയോക്കർ ബാധിച്ചൊരു കുട്ടിയുടെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് കൊഴുപ്പിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നമ്മുടെ ശരീരത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ അളവിലാണെങ്കിലും കൊഴുപ്പും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാലോ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തക്കുഴലിൻ്റെ വ്യാസം കുറയുകയും രക്ത ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതുമൂലം ഹൃദ്രോഗം, പക്ഷാഘാതം അങ്ങനെയുള്ള ഗുരുതര രോഗങ്ങളും ഉണ്ടാകും. ഇനി അടുത്തത് വൈറ്റമിൻസിനെ കുറിച്ചാണ്. വൈറ്റമിൻസ് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ ആവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിൻസ്. അപ്പോൾ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ. ഈ സെയിം ബോക്സ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? വൈറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെറ്റിനാൾ എന്ന രാസനാമം അല്ലേ? വൈറ്റമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ സി ആണെങ്കിലോ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഡി ആണെങ്കിൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി. വൈറ്റമിൻ ഇ ആണെങ്കിലോ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വൈറ്റമിൻ കെ ആണെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഡെഫിഷ്യൻസി ഡിസീസും അതിൻ്റെ രാസനാമങ്ങളും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ.
ഇനി വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. മലയാളത്തിലാണ് കേട്ടോ ഈ വിറ്റാമിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പ്രൊനൗൺസ് ചെയ്യുക വൈറ്റമിൻ എന്നല്ലേ. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കുക. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് റിക്കറ്റ് അല്ലെങ്കിൽ കണ. അപ്പോൾ ഇത് PYQ ആണ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, B1, B2, B3 അതിൻ്റെയൊക്കെ രാസനാമങ്ങളും പറഞ്ഞു, ഡെഫിഷ്യൻസി ഡിസീസും പറഞ്ഞു. അപ്പോൾ 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശേഷി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ 8 വിറ്റാമിനുകളുടെ കൂട്ടമാണ് എന്നത് ഓർക്കണം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. വൈറ്റമിൻ എ മുതൽ കെ വരെ കൊടുത്തിട്ട് അതിലെ ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇനി ഭക്ഷണത്തിലെ ധാതുക്കളെ കുറിച്ചൊരു ഹെഡ് തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കി, അയൺ, പ്രധാന ധാതു അയൺ. അപ്പോൾ അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അപ്പോൾ ഇരുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ അളവിൽ കിട്ടാനായിട്ട് നമ്മൾ ഇലക്കറികളും ശർക്കര, മത്സ്യം, കരൾ ഇവയൊക്കെ ഇൻക്ലൂഡ് ആക്കണം. അയണിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് അയൺ. അയൺ ഡെഫിഷ്യൻസി മൂലമാണ് എന്തുണ്ടാവുന്നത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവുന്നത്. ഇനി കാൽസ്യത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കാൽസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവ. എന്താണ് കാൽസ്യമായി ബന്ധപ്പെട്ട് എല്ല്, പല്ല് എന്നിവയുടെ നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനൊക്കെ സഹായിക്കുന്നത് കാൽസ്യമാണ്. ഇനി അയഡിൻ ഡെഫിഷ്യൻസിയാണ് എന്ത്? ഗോയിറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടൽ വിഭവങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് അയഡിൻ. ഓക്കെ, അപ്പോൾ അയഡൈസ്ഡ് സാൾട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഹീമോഗ്ലോബിനെ കുറിച്ച്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് എന്തുണ്ടാവുന്നത്? അനീമിയ ഉണ്ടാകുന്നത്. ഇനി അപര്യാപ്തത രോഗങ്ങൾ. വിറ്റാമിൻസും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് കാരണം ക്വാഷിയോക്കർ, മരാസ്മസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ വൈറ്റമിൻ്റെ അഭാവം മൂലവും എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു, കണ അല്ലെങ്കിൽ റിക്കറ്റ് ആണെന്ന്. അതുപോലെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് നിശാന്തതയാണ്. തുടർച്ചയായിട്ടുള്ള വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് സീറോഫ്താൽമിയ എന്ന മറ്റൊരവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ബി എന്താണ്? ഗ്ലോസിറ്റസ്. ഓക്കെ, ഗ്ലോസിറ്റസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വായ്പുണ്ണ്. ഈ ഗ്ലോസിറ്റസ് എന്നുള്ള ഈ ഒരു ടേം ഉണ്ടല്ലോ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ന്യൂ SCERTയിലാണ് ഈ ഒരു ടേം കണ്ടിട്ടുള്ളത്. എന്താണ് സംഭവം? നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥ, അതാണ് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. ഗ്ലോസിറ്റിസ്. ഓക്കെ, വായ്പുണ്ണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ ഗ്ലോസിറ്റിസ് എന്ന ടേം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഡിസീസായിട്ട് SCERTയിൽ കൊടുത്തിട്ടുള്ളതാണ് ഗ്ലോസിറ്റിസ്. ഓക്കെ, ഗ്ലോസിറ്റിസ്. വൈറ്റമിൻ സി ആണെങ്കിൽ എന്താണ്? സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവിയാണ്. ഈ കണ കണ്ടിട്ടുണ്ടോ? കണ വന്നിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് കുട്ടികളുടെ കാലുകളെയൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യാറ്. ഇങ്ങനെ വളഞ്ഞിരിക്കും കേട്ടോ എല്ലുകൾ. പിന്നീട് പ്രായം കുറച്ചായി കഴിയുമ്പോൾ ഈ വൈറ്റമിനൊക്കെ കിട്ടിക്കഴിയുമ്പം അത് പതുക്കെ ഓക്കെ ആയിട്ട് വരും. ഓക്കെ, ഇനി നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അപ്പം നിശാന്തതയുള്ള ആളുകൾക്ക് പകൽ വെളിച്ചത്തിലും എന്തുണ്ടാവും? കാഴ്ച ഉണ്ടാവും. രാത്രിയിൽ അത്യാവശ്യം വെളിച്ചം ഉണ്ടെങ്കിലൊക്കെ കാഴ്ച ഉണ്ടായിരിക്കും. അല്ലാത്ത കേസിലാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഓക്കെ, ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി
അയൺ ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, അയഡിൻ ആണെങ്കിൽ ഗോയിറ്റർ, കാൽസ്യം ആണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോ എന്ന വാക്ക് എല്ലുമായി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പം കാൽസ്യം എന്തിനൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കാണ്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രായമാകുന്ന ആളുകളിൽ അവരുടെ എല്ലിൻ്റെ ഉള്ളിൽ കാൽസ്യം, ഫോസ്ഫറസ് പോലുള്ള ഡെപ്പോസിഷനൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ വീണ് കഴിയുമ്പോഴൊക്കെ അവരുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടും. അപ്പം വയസ്സാകുന്നതിനനുസരിച്ച്, പ്രായമാവുന്നതിനനുസരിച്ച് നമ്മളുടെ എല്ലുകൾ പപ്പടം പോലെ ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ബലക്കുറവ് കാരണം പെട്ടെന്ന് വീഴുമ്പോൾ ഒടിയലും ചതയലും ഒക്കെ ഉണ്ടാവും. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസിന് മറ്റൊരു പേരുണ്ട്, എന്താണ്? അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നത് ഓസ്റ്റിയോപൊറോസിസ്. ആ ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലുകളുടെ ഉള്ളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ് എല്ലുകളുടെ ബലം കുറയുന്നതും പൊട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ഗോയിറ്റർ എന്ന അവസ്ഥ എന്താണ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവമുണ്ടെങ്കിൽ അത് ഗോയിറ്റർ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. നോക്കി, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. അപ്പോൾ ഈ തൊണ്ടയിൽ ഇങ്ങനെ ഒരു വീർമത ഉണ്ടെങ്കിൽ ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ടല്ലേ, തൈറോയ്ഡ് ഉണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ തൊണ്ടമുഴ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? നമ്മുടെ ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥി വലുതാവുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഇനി പോഷകേതര ഘടകങ്ങൾ എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. നാരുകളെക്കുറിച്ചാണ് പറയുന്നത്. നാരുകളും ജലവും ഈ ഭാഗത്ത് ഉൾപ്പെടുന്നു. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൊമ്പ് എന്നിവയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി ജലവുമായി ബന്ധപ്പെട്ട് എന്താ പഠിക്കേണ്ടത്? നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% എന്താണ്? ജലമാണ്. 70% ജലമാണ്. ഓൾഡ് SCERT നമ്മൾ പറഞ്ഞു തലച്ചോറിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എല്ലുകൾക്കുള്ളിൽ എത്ര പെർസെൻറ്റേജ് ജലം ഉണ്ടെന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ തന്നെ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 to 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികൾ, അതായത് ധാരാളം ജലം അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, അവ നമ്മൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഇനി ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലമാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം. ഓക്കെ, സമീകൃത ആഹാരം എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഫുഡ് പ്ലേറ്റ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത്. ഫുഡ് പ്ലേറ്റ് എന്ന് പേര് കൊടുത്തിട്ടില്ല എങ്കിലും എന്താണ്, ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ട് കുറച്ച് ഇത്രയും ഭാഗത്ത് എന്താന്ന് ധാന്യകങ്ങൾ അല്ലേ, ധാന്യകങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കണം. കുറച്ച് ഭാഗത്ത് മാത്രം ഫാറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അത് നമ്മളോട് പിക്ചറൈസ് ചെയ്ത് തന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നോക്കിക്കോളൂ. ഫുഡ് പ്ലേറ്റ് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകളാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇതൊക്കെ പച്ചക്കറികൾ 400 ഗ്രാം, ധാന്യങ്ങൾ 260 ഗ്രാം ധാന്യങ്ങൾ, കൊഴുപ്പ് 27 ഗ്രാം, അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ 30 ഗ്രാം, പയറുവർഗ്ഗം, മത്സ്യം, മാംസം 85 ഗ്രാം, പാല്, തൈര് 300 മില്ലി, പഴങ്ങൾ 100 ഗ്രാം. അപ്പോൾ ഇതൊക്കെ ഫുഡ് പ്ലേറ്റിൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി ഓരോന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളും അത് ഏതൊക്കെ അളവിലാണ് വേണ്ടതെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. കണ്ടോ, കാർബോഹൈഡ്രേറ്റ്, കൂടിയ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പിന്നെ പ്രോട്ടീൻ വേണം, ഏറ്റവും കുറഞ്ഞ അളവിൽ കൊഴുപ്പ് മതി, പിന്നെ വിറ്റാമിൻസും ധാതുക്കളും ചെറിയൊരളവിൽ നമുക്ക് ആവശ്യമുണ്ട്.
ഇനി കലോറിയെക്കുറിച്ച് നോക്കാം. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കാണിക്കുന്ന യൂണിറ്റാണ് കലോറി. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കാണിക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം 1200 to 1400 കലോറി ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നു. ഇനി പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്നൊരു ഹെഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ്? പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ എന്ത് ചെയ്യാം? പോഷക മൂല്യം നഷ്ടപ്പെടാം. അതുപോലെ വൈറ്റമിൻ സി കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അതിലെ വൈറ്റമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അടച്ചു വെച്ച് വേണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ സി കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. പഴങ്ങളും പച്ചക്കറികളും എന്ത് ചെയ്യരുത്? മുറിച്ചതിന് ശേഷം കഴുകാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി SCERT ഈ ഒരു ലെസൺ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. അവിടെ വീക്കിലി റിവിഷൻ പ്ലാനുകളും എക്സാംസും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ടുണ്ട്. താങ്ക്